കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ കണ്ണൂർ ധർമ്മടത്തെ പാറപ്പുറം പോലും CPM-നെ കൈവിട്ടു. പാർട്ടി സെക്രട്ടറിയുടെ നാട്ടിൽ വോട്ട് കോൺഗ്രസിന്. സ്വന്തം നാട്ടിലെ സഖാക്കളെ പോലും കൂടെ നിർത്താനാകാത്തത് ആരുടെ കുറ്റം? എല്ലാവരെയും എതിർത്ത് പൊന്നാനിയിൽ ധാർഷ്ട്യം കാണിച്ചത് വോട്ടർമാർ മറക്കുമോ? പൊന്നാനിയിലെ വോട്ടർമാരെ മുസ്ലിം വോട്ടർമാരാക്കി, അവരെ PDP അനുഭാവികളുമാക്കി. വോട്ടർമാർ പരസ്യമായി തിരുത്തിയില്ല, വോട്ട് യന്ത്രത്തിലാകും വരെ. കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ഇസ്ലാമാണ് എന്നു വീമ്പു പറഞ്ഞ TK ഹംസ ഏറ്റവും ഒടുവിൽ പറഞ്ഞു AP സുന്നി വിഭാഗമാണെന്ന്. ആ കുതന്ത്രവും ഫലിച്ചില്ല. പക്ഷേ 4 വിജയം കേരളത്തിൽ CPM-ന് കിട്ടി. ഗ്രൂപ്പ് കളിക്കാൻ പരസ്യമായി ഇറങ്ങാത്ത ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായ P കരുണാകരൻ, ചെറുപ്പക്കാരായ MB രാജേഷും PK ബിജുവും, പിന്നെ പണ്ട് ഗ്രൂപ്പ് കളിച്ചെങ്കിലും ഇപ്പോൾ ഒതുങ്ങിക്കഴിയുന്ന സമ്പത്തും. കണ്ണൂരിൽ പഠിക്കണമെന്നില്ല, പക്ഷേ CPM വടകര കണ്ടു പഠിക്കണം. കൊലകൊമ്പന്മാരായ കോടിയേരി ബാലകൃഷ്ണനും P ജയരാജനും നേരിട്ട് ചുക്കാൻ പിടിച്ച പ്രചാരണം ഒട്ടും ഏശിയില്ല. വിമതൽ പോലും പിടിച്ചു 1/4 ലക്ഷം വോട്ട്. കഴിഞ്ഞ തവണ 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം നേടിയ വടകരയിൽ ഇത്തവണ CPM തോറ്റത് 1/2 ലക്ഷത്തിന്. 18 സീറ്റ് 5 വർഷം കൊണ്ട് 4 ചുരുക്കാനും 1.5 ലക്ഷം പ്ലസ് എന്നത് 1/2 ലക്ഷം മൈനസ് ആക്കാനും ചില്ലറ പാടൊന്നും പോരാ. കോടിയേരിയും P ജയരാജനും ആഞ്ഞു പിടിച്ചതുകൊണ്ട് തോൽവി ഇത്രയുമായി ഒതുങ്ങി. ഈ കണക്കുകൾ മുന്നിലിരിക്കുമ്പോഴാണ് പഴി മാധ്യമങ്ങൾക്ക് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ആരെങ്കിലും പെർലിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്താണെന്നുള്ളത്. അത് പരാജയമല്ലേ. ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്നെടുത്ത് വായിച്ചു നോക്ക്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. തല്ലണ്ടമ്മാവ നന്നാകില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും നന്നാകില്ല എന്നുറപ്പിക്കാം. ഒരു തോൽവിയിൽ CPM-ഓ LDF-ഓ ഇല്ലാതാകില്ല. പക്ഷേ തോൽവിയാണ്. ജനമനസ്സിന്റെ ചുവരെഴുത്താണ്. കോട്ടകളിൽ വിള്ളൽ വീഴുന്നത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കോട്ട തന്നെ തകർന്നു വീഴും. ഭരണകൂടത്തിന് പകരം പാർട്ടി തന്നെ ഇല്ലാതാകും. ഈ പാർട്ടിയില്ലെങ്കിൽ സാമ്രാജ്യത്വം കൊടികുത്തി വാഴുമെന്നും സേവന രംഗത്തുപോലും കുത്തകകളുടെ ആധിപത്യം വരുമെന്നും സ്വകാര്യ മുതലാളിത്തം പരിധികൾ ലംഘിക്കുമെന്നും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുമെന്നും എല്ലാത്തരം എതിർപ്പുകളും ഇല്ലാതാക്കപ്പെടുമെന്നും കരുതുന്ന വലിയൊരു ജനവിഭാഗം ഇവിടെയുണ്ട്. അവരാണ് ഇടതുപക്ഷത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ, അല്ലാതെ പാർട്ടി നേതാക്കളെ വ്യക്തിപൂജ ചെയ്യുന്നവരല്ല. കാലത്തിന്റെ ഈ ചുവരെഴുത്ത് CPM ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ. തോൽവി വിജയത്തിന്റെ മുന്നോടിയാണെന്ന് കേരളത്തിലെ LDF-നും UDF-നും നന്നായി അറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറെ കാലമായി കാര്യമായൊന്നും ചെയ്യാതിരുന്ന UDF-ന് LDF വിജയം വെള്ളിത്തളികയിൽ സമ്മാനിച്ചത്. പക്ഷേ CPM ഓർത്തിരിക്കേണ്ട ഒന്നുണ്ട്. സ്വയം കുഴിച്ച കുഴിയിലാണ് CPM വീണുപോയത്. അധികാരത്തിലെത്തിയപ്പോൾ ജനതാൽപര്യം മറന്നു. സംഘടനയുടെ ശക്തിയിൽ പ്രവർത്തകരുടെ വികാരം കണ്ടില്ലെന്നു നടിച്ചു. നേതാക്കളെ വ്യക്തിപൂജ ചെയ്തും പാർട്ടിയെ വ്യക്തികളിലേക്ക് ഒതുക്കിക്കൊണ്ടും CPM മാറിപ്പോയി. ഈ ചിത്രം ആഴത്തിലുള്ള സംഘടനാ പരിശോധനകൾക്ക് ശേഷം മാറുമോ? എന്തു തരത്തിലുള്ള തിരുത്തലാണ് CPM എടുക്കാൻ പോകുന്നത്? പാർട്ടിയുടെ കേരളത്തിലെ പ്രതിച്ഛായ ഇത്തരം കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. കവർ സ്റ്റോറി വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ